കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് താരങ്ങളുടെ വാർത്തകളാണല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ 2020 ആയിട്ട് അടിച്ചു പിരിഞ്ഞു. സംഭവം സാമ്പത്തികമാണ് അവിടെയും പ്രശ്നം. ലവൻ്റെ 20 ലക്ഷം രൂപ വിലയുള്ള BMW ബൈക്ക് ഇലക്ഷന് നിന്ന സമയത്ത് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടാണ് ഇലക്ഷൻ പ്രചരണം നടത്തിയെന്നാണ് കോട്ടാത്തല വന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലവന്മാരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് 8 നിലയിൽ പൊട്ടിയതും. അതിനുശേഷം അടുത്ത ഒരു വിവാദം എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ വേദാലക്ഷ്മി തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റോബിൻ വന്നിട്ടൊരു വെടി അങ്ങോട്ട് പൊട്ടിച്ചു. വേദാലക്ഷ്മി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഓരോ തെളിവുകൾ അങ്ങോട്ട് എടുത്തിട്ടത്. എടാ റോബിനെ, നീ എവിടുന്ന് നിർത്തുന്നോ ഞാൻ അവിടുന്ന് തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങിയത് കേട്ടോ. ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ഈ പറയുന്ന റോബിൻ ഹണി ട്രാപ്പ് മുഖേനയൊക്കെ പറ്റിച്ചെന്നൊക്കെയാണ് വേദാലക്ഷ്മിയുടെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വന്നത്. ഇപ്പോൾ വീണ്ടും അടുത്തൊരു വിവാദം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ വന്നത്. അതായത് ഇവൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഭാര്യ മറ്റൊരു സുഹൃത്തുമായിട്ട് ഒളിച്ചോടി പോയി എന്ന തരത്തിൽ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ശരിയായില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. ശരിക്കും പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് പോയെങ്കിൽ അതൊരു കണ്ടന്റ് ആക്കേണ്ട കാര്യം ഇല്ല. ഇവിടെ എന്തും വേണ്ടി കണ്ടന്റുകളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്തത് അത് ഒരു വൃത്തികെട്ട പരിപാടിയായി പോയെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും നമുക്ക് ഈ റോബിൻ്റെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ, ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇപ്പം റോബിന് എത്ര പൈസ കൊടുത്തു, എത്ര പൈസ കിട്ടി, എത്ര പൈസ കിട്ടാനുണ്ട്? എനിക്കാണോ 8 ലക്ഷം രൂപ ഇപ്പോൾ ഇനി കിട്ടാനുണ്ട്. ആദ്യം വാങ്ങിച്ച കുറച്ചുള്ള എമൗണ്ട് തിരിച്ച് തന്നിട്ടുണ്ട്. നിലവിലുള്ളത് 8 ലക്ഷം രൂപയാണ്. ഇത് അക്കൗണ്ട് വഴിയാണോ തന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു 4 ലക്ഷം രൂപ ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴി വാങ്ങിച്ചിട്ടുണ്ട്. അക്കൗണ്ട് വഴി വാങ്ങിച്ചിരിക്കുന്നത് 1 ലക്ഷവും 3 ലക്ഷവും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാഷ് കൊടുത്തത് ഫുള്ള് 4 ലക്ഷമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാലാരി വട്ടത്തായിരുന്നു കൊടുക്കുന്നത്. ഇതിങ്ങനെയാണോ ഒരു ഡീൽ ചെയ്യുന്നത്? ക്യാഷ് ഡീലിങ് ഇങ്ങനെ നിങ്ങൾ നോക്കി ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? ഞാനും എൻ്റെ വൈഫും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഇതിന്റെ ഇടയിൽ പറയേണ്ട കാര്യം എന്താണ്? അല്ല, ഈ 4 ലക്ഷത്തിന്റെ എന്തോ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ നിങ്ങൾ തമ്മിലുള്ള പൈസ ഇടപാട് എങ്ങനെ? അല്ല, അത് അഭിൽദേവ് പറഞ്ഞിട്ട് വേദലക്ഷ്മി എനിക്ക് ഫണ്ട് അയച്ചു തന്നതാ, മനസ്സിലായില്ല? അതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ കോപ്പി വേണമെങ്കിൽ തന്നേക്കും, നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ മൊത്തം. ഞാൻ ഇവിടെ 4-5 കോപ്പി എടുത്ത് എന്ത് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നതാ. ഞാൻ ഇവിടെ മെയിൻ സ്ട്രീമിൽ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്തോ എന്താണ് സംഭവം എന്നുള്ളത്. നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫേക്ക് ആക്കാൻ പറ്റില്ലല്ലോ, അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യം ബാങ്കിൽ പൊക്കെയോ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18 അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു. ഈ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് 8 നിലയിൽ പൊട്ടിയൊരു വ്യക്തിയാണ്. BJP ഒരുപാട് ഫണ്ടാണ് ഇവർക്കൊക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇവരുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഓരോ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരാളുടെ കൂടെ തന്നെ 5-6 വ്ളോഗേഴ്സാണ് കൂടെ ഉള്ളത്. അവർക്ക് ലക്ഷങ്ങളാണ് ഇവർ കൊടുക്കുക. ഇവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉടനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണം. ഇവർ ഈ റോബിൻ ഒരു 1-ാം തരം ഉഡായിപ്പാണ് എന്നുള്ളത് വേദലക്ഷ്മി തന്നെയാണ് പറയുന്നത്. വേദലക്ഷ്മി കൊടുത്ത കാശിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. 40 ലക്ഷം രൂപ റോബിൻ മൊത്തത്തിൽ ഇവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ട് വലിയ രീതിയിൽ തന്നെ എന്തുകൊണ്ട് ഗീർവാണം മുടക്കുന്നതായി കണ്ട്. സത്യദേവൻ ആദ്യം പറഞ്ഞത് ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഞാൻ ആരെയും മേടിച്ചിട്ടില്ലെന്നാ. സംഭവം തെളിവുകൾ സഹിതം പുറത്തേക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ടപ്പോഴാണ് ഇവൻ ഊത്തൽ പിടിച്ചത്. എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് താരങ്ങളെ കൊണ്ട് വല്ലാത്തൊരു സങ്കടത്തിലാണ്
സോഷ്യൽ മീഡിയ നോക്കുന്ന ആൾക്കാർ തുറന്നു കഴിഞ്ഞാൽ ഇതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ്. ഇനി ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.